ഹായ് ഫ്രണ്ട്സ്, ഞാൻ അബ്ദു കാസർഗോഡാണ്. അപ്പോൾ നമ്മൾ ഇന്ന് റിയാക്ട് ചെയ്യാൻ പോകുന്നത് കൊല്ലം ശ്രുതിയുടെ വൈഫിനെ കുറിച്ചാണ്. ആദ്യമേ ഒരു കാര്യം പറയുകയാണ്, നിങ്ങൾ ഇത് തമാശ രൂപത്തിൽ മാത്രം എടുക്കുക. അപ്പൊ നമുക്ക് കൊല്ലം ശ്രുതിയുടെ വൈഫിനോട് ഒരു ചോദ്യം ചോദിക്കാം. റീനു മോളെ, നിങ്ങൾക്ക് ഇത്തരത്തിൽ അഭിനയിക്കാനുള്ള കഴിവ് എവിടെ നിന്നാണ് കിട്ടിയത്? ഉത്തരം, അദ്ദേഹത്തിന്റെ കൂടെ ഈ ഒരു 5 വർഷം ചുരുങ്ങി 6 വർഷം ആയിട്ടില്ലായിരുന്നു. അപ്പൊ അദ്ദേഹത്തിന്റെ കൂടെ അദ്ദേഹത്തിന്റെ ഓരോ കാര്യങ്ങളും നമ്മൾ കണ്ടും കേട്ടും ഒക്കെ കൂടെ ജീവിച്ചതാണ്. അപ്പം എന്താ പറയാ, അഭിനയത്തെ പറ്റി കൂടുതൽ ഞങ്ങൾ ചർച്ച ചെയ്തിട്ടൊന്നും ഇല്ലെങ്കിലും ഓരോ കാര്യങ്ങൾ എനിക്ക് ഷൂട്ടൊക്കെ കഴിഞ്ഞ് വരുന്നു പറഞ്ഞു തരുമായിരുന്നു. ഓട്ടെ, ഇങ്ങനെയാണ് അങ്ങനെയാണെന്നൊക്കെ. അപ്പൊ അതൊക്കെ കേട്ടും. നിങ്ങൾ കേട്ടല്ലോ, നമ്മുടെ റീനുന് എവിടെ നിന്നാണ് ഇത്ര വലിയ കഴിവ് കിട്ടിയത്? കൊല്ലം ശ്രുതി ഷൂട്ട് കഴിഞ്ഞ് വന്ന് റീനുന് പഠിപ്പിക്കുകയാണ്. അതായത് ഇങ്ങനെ അഭിനയിക്കണം, ഇങ്ങനെയൊക്കെ പറഞ്ഞ്. അപ്പൊ നമുക്ക് കൊല്ലം ശ്രുതിയുടെ വൈഫിന്റെ ഒരു അഭിനയം കൂടി കാണാം. അതിനുശേഷം നമുക്ക് സംസാരിക്കാം. ഓക്കെ. എന്തെന്നടേ, എവിടെ നിന്ന് ഇത്രമാത്രം കഴിവ് കിട്ടി? ഇതൊക്കെ എങ്ങനെ സാധിക്കുന്നു നിങ്ങൾക്ക്? ഇത് കണ്ട് നിങ്ങൾ ആരും സിനിമയിലേക്ക് വിളിച്ചിട്ടില്ലേ? എന്തിനു വേണം, സീരിയലിലേക്ക് വിളിച്ചിട്ടില്ലേ? സത്യം പറഞ്ഞ എന്തൊരു കഴിവാണല്ലേ! ഇതൊക്കെ സീക്രട്ടാണ്, കൊല്ലം ശ്രുതി പഠിപ്പിച്ചതാണ്. അപ്പൊ നമുക്ക് മരിച്ചു പോയ കൊല്ലം ശ്രുതിയെ കുറിച്ച് റീണുനോടൊന്ന് ചോദിച്ചു നോക്കാം. റീണു, മരിച്ചു പോയ നിന്റെ ഭർത്താവായിട്ടുള്ള ശ്രുതി ചേട്ടനെ കുറിച്ച് എന്തെങ്കിലും വേണ്ട വാക്ക്? അതുപോലെ അദ്ദേഹത്തിന്റെ അനുഗ്രഹം. ഇപ്പം അദ്ദേഹം എന്തായാലും എനിക്ക്, ഹസ്ബൻഡിനെ നമ്മൾ ബഹുമാനിക്കുന്നു. ഇപ്പം അദ്ദേഹം എന്നെ വിട്ടു പിരിഞ്ഞപ്പോൾ നമുക്കൊരു ദൈവതുല്യം എന്ന് പറഞ്ഞാൽ അങ്ങനെ തന്നെയാണ്. കാരണം അത് ശരിയാണ്. ഇപ്പൊ നമുക്ക് ആരുടെ ആയാലും, വൈഫാണെങ്കിലും ഭർത്താവാണെങ്കിലും മരിച്ചു പോയാൽ അതൊരു നഷ്ടപ്പെടൽ തന്നെയാണ്. പക്ഷെ റീണിന്റെ കാര്യത്തിൽ അങ്ങനെയല്ല കേട്ടോ. കൊല്ലം ശ്രുതി മരിച്ചതിന് ശേഷം നമ്മുടെ ലക്ഷ്മി ഉണ്ടല്ലോ, സ്റ്റാർ മാജിക്കിന്റെ, അവരുടെ ടീം ഒരു വീടങ്ങ് ഉണ്ടാക്കി കൊടുക്കുകയാണ്. അതിനുശേഷം റീണു ലക്ഷ്മിയോട് പറയുകയാണ്, ലക്ഷ്മി ചേച്ചി, എനിക്ക് നല്ല രീതിയിൽ കൊല്ലം ശ്രുതിയെ മിസ് ചെയ്യുന്നുണ്ട്, എന്റെ ഭർത്താവിന് മിസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, നമ്മൾ വീണ്ടും പറയുകയാണ്, മരിച്ചുപോയ ശ്രുതി ചേട്ടനോടുള്ള ഒരു സ്നേഹം കൊണ്ടാണ് ഈ വീടടക്കം ഞാൻ ഇടുന്നത്. നോക്കുക, സ്റ്റാർ മാജിക്കിന്റെ ലക്ഷ്മിയോട് നമ്മുടെ ഈ റീണു പറയുകയാണ്, കൊല്ലം ശ്രുതി ചേട്ടൻ മരിച്ചതിന് ശേഷം എനിക്ക് അവരെ നല്ല രീതിയിൽ മിസ് ചെയ്യുന്നുണ്ട്. അപ്പോ ലക്ഷ്മി എന്ത് ചെയ്യുന്നുണ്ട്? കൊല്ലം ശ്രുതിയുടെ സ്മെല്ലടക്കം ഞാൻ ഇവിടെ സൈഡിൽ കാണിച്ചു തരാം. നോക്കുക നിങ്ങള്, ഇതുപോലെ ഈ സ്മെല്ല്, ഈ ബോട്ടലിന്റെ അകത്തുള്ളത് കൊല്ലം ശ്രുതിയുടെ സ്മെല്ലാണ്. അതായത് മരിക്കുമ്പോൾ കൊല്ലം ശ്രുതി ധരിച്ച ഒരു ടീഷർട്ട് ഉണ്ടല്ലോ, അതിൽ നിന്ന് എടുത്തിട്ട് കൊല്ലം ശ്രുതിയുടെ ഒരു മണമുണ്ടല്ലോ, ആ ഒരു മണത്തിന് പെർഫ്യൂം അടക്കം ലക്ഷ്മിയാക്കി ഈ റീണുവിന് കൊടുത്തിട്ടുണ്ട്. അതായത് റീണു കരഞ്ഞുകൊണ്ടാണ് പറഞ്ഞത്, എനിക്ക് കൊല്ലം ശ്രുതിയെ മിസ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് ലക്ഷ്മി അത്തരത്തിൽ ഒരു പെർഫ്യൂം അടക്കം ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇവർ ചെയ്തതോ, ഓക്കെ, ഇവരുടെ അടുത്ത ഒരു ഡാൻസും കൂടി കണ്ടു നോക്കാം നമുക്ക്. നോക്കുക, എന്തൊരു കഴിവാണ്! സമ്മതിച്ചു. നമുക്കൊക്കെ പറ്റോ ഇങ്ങനെ ചെയ്യാൻ? ഇങ്ങനെ ചെയ്യാൻ നമുക്ക് പറ്റോ? അവർ ചെയ്യുന്ന ഇതിലൊക്കെ ഒരു താളങ്ങളൊക്കെ ഉണ്ട്. ഓക്കെ. പിന്നീട് കൊല്ലം ശ്രുതിയുടെ വൈഫിനോട് ആരോ ചോദിച്ചത്രേ. അതായത് ഒരു വീഡിയോ ഒക്കെ വന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നല്ലോ, കൊല്ലം ശ്രുതി ഇങ്ങനെ കിസ് അടിക്കുന്നത്, കൊല്ലം ശ്രുതിയുടെ വൈഫ് ഇങ്ങനെ കിസ് അടിക്കുന്നതൊക്കെ. അപ്പൊ അതിനെ പറ്റിയൊരു ചോദ്യം, അതിലെ ഡ്രസ്സിങ്ങിനെ പറ്റിയൊരു ചോദ്യം, അതിനുള്ള ഉത്തരം കൂടി നമുക്ക് ഇട്ട് നോക്കാം. പറയത്തേ ഇല്ല, അത് അവരുടെ ജോലിയാണ്. ഞാൻ അങ്ങനെ ചെയ്തോ? ഇപ്പൊ അങ്ങനെ ചെയ്താൽ തന്നെ അതും എന്റെ ഇഷ്ടമല്ലേ? അത് ആരും അതിനകത്ത് ഇടപെടണം. ഞാൻ എന്ത് ഡ്രസ്സിന്, അതൊക്കെ എന്റെ ഇഷ്ടമാണ്. നിങ്ങൾ പറയുന്നുണ്ട് നിങ്ങൾ ഇഷ്ടമാണ്. ഓക്കെ, ഇവിടെ ഇന്ത്യ രാജ്യത്ത് ആർക്കും എങ്ങനെ വേണം ജീവിക്കാം. ഓക്കെ, അത് അവരുടെ ഇഷ്ടമാണ്, സമ്മതിച്ചു. പക്ഷെ നിങ്ങൾ ഒരു വർഷത്തിന് മുമ്പ് ഇങ്ങനെയല്ലല്ലോ പറഞ്ഞത്. ലക്ഷ്മി ചേച്ചി, എനിക്ക് കൊല്ലം ശ്രുതി ചേട്ടന്റെ പെർഫ്യൂം ആക്കി വേണം, അങ്ങനൊക്കെ പറഞ്ഞ് നിങ്ങൾക്കൊരു വീടടക്കം കിട്ടി. അതിനുശേഷം നിങ്ങൾക്ക് പെർഫ്യൂമും കിട്ടി. നിങ്ങൾ 4 ആളിലേക്ക് നിങ്ങൾ അറിയപ്പെട്ടു. അതിനുശേഷമാണ് നിങ്ങൾ ഇങ്ങനെ ചെയ്യുന്നത്. സത്യം പറഞ്ഞാൽ കൊല്ലം ശ്രുതിയോടുള്ള സ്നേഹം കൊണ്ടാണ് നിങ്ങൾക്ക് വീടൊക്കെ മറ്റേ സ്റ്റാർ മാജിക്കിന്റെ ടീംസ് ഒക്കെ ഉണ്ടാക്കി തന്നത്. നിങ്ങളോ?
അപ്പൊ എനിക്ക് പറയാനുള്ളത് നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും ജീവിക്കാം, പക്ഷെ കൊല്ലം സുധിയെ മറന്ന് ജീവിക്കുന്നത് ഒരു തെറ്റായിട്ടുള്ള ഒരു കാര്യമാണ്. ഒന്നെങ്കിൽ നിങ്ങൾക്ക് സമൂഹത്തിന് മുമ്പിൽ പറയാ കൊല്ലം സുധിയും ഞാൻ, അതായത് എനിക്കൊരു പുതിയ ലൈഫ് വേണം, ഞാൻ അതായത് ഇങ്ങനെ ഞാൻ ചോയ്സ് ചെയ്യുന്നുണ്ട്. ഒരു സൈഡിൽ കൊല്ലം സുധിയുടെ പേര് വെച്ച് ഇങ്ങനെ ചെയ്യുന്നത് അതൊരു തെറ്റായിട്ടുള്ള കാര്യമാണ്. അപ്പൊ ഏതാണ് ഞാൻ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. ഓക്കെ, ബൈ.